നാളെ രാവിലേക്ക് ഉള്ള ഉണക്കലരി കൊണ്ടുള്ള രാവിലത്തെ ഭക്ഷണം അപ്പം ഉണ്ടാക്കാം. ഉണക്കലരിയുടെ വെള്ളയപ്പം ഉണ്ടാക്കാം. അതിന് ഉണക്കലരി കുറച്ച് പായസം വെക്കാനായിട്ട് അന്ന് ഞാൻ പായസം വെച്ചിട്ടുണ്ടായല്ലോ. അപ്പോൾ അതിന് മേടിച്ച ഉണക്കലരി ഇരുന്നായിരുന്നു. അപ്പോൾ അത് ഞാൻ രാവിലെ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചത് ഇപ്പം അരച്ചതാണിത്. അരച്ച അരപ്പാണ്. അതിലേക്ക് നാളികേരത്തിൻ്റെ വെള്ളവും ഒരു നാളികേരത്തിൻ്റെ വെള്ളവും കൂട്ടിയാണ് അരച്ചേക്കണത്. നമുക്ക് ഇതിലേക്ക് ഇട്ട് വയ്ക്കും. നല്ല ചുമപ്പ കളറായിട്ട് വേണ്ട. നമ്മൾ ഉണക്കലരി കൊണ്ട് അങ്ങനെ ചെയ്തിട്ടില്ല. അത് നമുക്ക് അപ്പം ഉണ്ടാക്കാം എന്നുള്ളത്. ഇനി ഇതിലേക്ക് കുറുക്കി ചേർക്കുകയൊക്കെ ചെയ്യണം. അത് കുറുക്കി ചേർക്കപ്പോൾ കാണിക്കാം. കുറുക്കി ചേർക്കാൻ പിന്നെ മാറുന്ന കുറുക്കി ചേർക്കാനുള്ള പൊടി ഇത് വറുത്ത പൊടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അരച്ചത് ഇത്തിരി തരിയുള്ള പൊടിയാണ് ഞാൻ ചേർക്കാറ്. പുട്ടിൻ്റെ പൊടിയൊക്കെ കൊണ്ടുവന്ന് വയ്ക്കുമ്പോൾ അതാണ് ഞാൻ എടുക്കാറ്. ഇപ്പോൾ ഇത് ഈ സ്പൂണിന് 2 സ്പൂണ് പൊടി എടുത്തിട്ടുണ്ട്. ഇത് നൈസ് പൊടിയാണ്, കുഴപ്പമില്ല. അരച്ചേന്ന് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. പക്ഷെ അത് നാളികേരത്തിൻ്റെ വെള്ളമൊക്കെ കൂട്ടി അരച്ച കാരണം അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ ഈ പൊടി നമുക്ക് വെള്ളമൊഴിച്ച് കലക്കി കുറുക്കിയെടുക്കാം. അപ്പോൾ തരിയാണെങ്കിൽ ഇത്തിരി കൂടി നല്ലതായിരുന്നു. പുട്ടുപൊടിയുടെ തരി അതില്ല. അപ്പോൾ ഇത് നമുക്ക് വെള്ളമൊഴിച്ച് കലക്കി ഇതാക്കിയെടുക്കാം. നമ്മളത് കുറുക്കി ഈ പരുവത്തിൽ ഇത് ഇനി ഒന്നുകൂടി കട്ടയാവും. ചൂടധികം തണക്കണ്ട, ഇത്തിരി ചെറു ചൂടോടെ ചേർക്കണം. അപ്പോഴാണ് മാവ് വീറാനും ഇതൊക്കെ നല്ലതെന്നാണ് പറയുക. അങ്ങനെ തന്നെയാണ് ഞാൻ അങ്ങനെ ചെയ്യാറും. അപ്പോൾ ഇതൊന്ന് ചെറിയ ഇതായിട്ടൊന്ന് തണക്കട്ടെ. അത് നമുക്കിത് മാവിലേക്ക് അരച്ച് വെച്ച മാവിലേക്ക് ചേർത്തി കൊടുക്കാം. ഇത് പാത്രത്തിൻ്റെ മൂട് തണക്കണ്ട. അപ്പോൾ ആ ഒരു ചൂട് കിട്ടിയാൽ മതി. അപ്പോൾ ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് ചാനലിൽ. പക്ഷേ ഇത് ഞാൻ ഉണക്കലരി കൊണ്ട് ഉണ്ടാക്കണതായ കാരണമാണ് ഇപ്പോൾ ഇത് ചെയ്തത്. അപ്പോൾ നല്ല ചുമന്ന് ഇരിക്കും ഉണ്ടാകും. നമുക്ക് ഉണക്കലരിയുടെ ഒരു നല്ല ടേസ്റ്റായിരിക്കും. പണ്ടൊക്കെ കൃഷിയുള്ള കാലത്ത് ഈ വെള്ളപ്പച്ചരിയുടെ ഇത് പലഹാരമേ ഉണ്ടാക്കിയിട്ടില്ല. അല്പം ഈസ്റ്റ് അത്രയ്ക്ക് മതി ഇതിട്ട് കൊടുത്തു. അധികമായ ഈസ്റ്റിൻ്റെ ഭയങ്കര ടേസ്റ്റ് വരും. ഇതിലേക്ക് ഒരു 2 സ്പൂണ് പഞ്ചസാര, 2 സ്പൂണ് പഞ്ചസാര. ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെല്ല് റൈസ് മില്ലൊക്കെ ആവണതിന് മുമ്പ് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങൾ നെല്ല് ഉണക്കി ഉരലിലിട്ട് കുത്തിയെടുക്കുകയാണ് ചെയ്യുക. ഉരലിലിട്ട് ഈ ചിറ്റ് ഉള്ളവിടം കൊണ്ട് ചരിച്ച് കുത്തി അരി നുറുങ്ങാണ്ട് തൊണ്ട് കളഞ്ഞെടുക്കും. അപ്പോൾ അതിന് നല്ല വിറ്റാമിനും ഇതൊക്കെ ഉണ്ടല്ലോ. ഇതിപ്പോൾ ചുമന്ന തവിടുള്ള അരിയാണ്. അതാണ് ഇത്രയും കളറ്. നന്നായിട്ട് കഴുകിയൊക്കെ എടുത്താണ്. അപ്പോൾ ഇത് കുത്തിയൊക്കെ എടുക്കുമ്പോൾ നമ്മളതിൻ്റെ ചേറി മുറത്തിലിട്ട്, എനിക്കും അറിയാം തെള്ളിയെടുക്കാമെന്ന് പറയും. അത് അമ്മയൊക്കെ തെള്ളിയെടുക്കും. അതിൻ്റെ ഉമിയും നുറുങ്ങലരി വേറെ മുഴുത്തരി വേറെ അങ്ങനെയായിട്ട് ഒക്കെ എടുക്കും. എന്നിട്ട് അതിൻ്റെ തവിടുണ്ടല്ലോ അത് തന്നെ കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്ന് കൊടുത്ത് അമ്മ ചെയ്യും. തവിടും ആ അരിയുടെ പൊടിയരിയും കൂടിയിട്ട് കയ്യിൽ, അന്നൊക്കെ ചിരട്ടക്കയ്യിലാണ് ധാരാളം ഉപയോഗിക്കുക. ഈ കയ്യിൽ ഈ പൊടിയരിയും ഈ തവിട് തെള്ളിയെടുത്തിട്ട് അതിൽ ഉമിയുടെ ഇതൊന്നും ഇല്ലാണ്ട്
അങ്ങനെ ആക്കി എടുത്തിട്ട് അത് നാളികേരം ഉപ്പും പാകത്തിന് കൂട്ടി കുഴച്ച് എടുത്തിട്ട് ചിരട്ട കയ്യിൽ പൊത്തി വയ്ക്കും. പൊത്തി വെച്ചിട്ട് കഞ്ഞി തിളച്ചുകൊണ്ട് നിൽക്കണ കഞ്ഞിയിലേക്ക് ഇറക്കി വയ്ക്കും. അപ്പോൾ എൻ്റെ മോളും മോനൊക്കെ കൊച്ചാർന്നപ്പോൾ ഇവിടെ കല്യാണം കഴിഞ്ഞുകൊണ്ടെന്നോടത്ത് അമ്മ അങ്ങനെ വേവിച്ചിട്ട് ഇവർക്ക് പലഹാരം വേണ്ടു. ചോറിനാൻ ഭയങ്കര മടിയാണ്, മോൾക്കാണ് കൂടുതൽ ചോറിനാൻ മടി. അപ്പം അമ്മ അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കി കഞ്ഞിയിൽ വെച്ച് വേവിച്ച് കൊടുക്കും അവർക്ക്. അപ്പം അതൊക്കെ ഇപ്പോൾ ഒരു ഓർമ്മ. അതെൻ്റെ വീട്ടിലും ചെയ്യും. നല്ല ടേസ്റ്റാണ് തവിട്, നമ്മുടെ ഉണക്കലരിയുടെ തവിട് കൊണ്ടുണ്ടാക്കുന്നത്. മതി. ഇപ്പോൾ ഉപ്പ് ചേർക്കണ്ട കേട്ടോ. നാളെ അത് ചൂടാൻ നേരത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് ചുട്ടെടുക്കുക ചെയ്യുക. ഇപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മരയിച്ച പോലെ ഇരിക്കുള്ളൂ, അപ്പോൾ വീറില്ല. അപ്പോൾ നമുക്ക് ഉപ്പ് നാളെ ചേർക്കാം. അപ്പോൾ ഇതിലേക്ക് നാളികേരം വെള്ളം, ഒരു നാളികേരത്തിൻ്റെ വെള്ളം ഒരു നാളികേരവും കൂട്ടിയാണ് അരച്ചിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് കുറുക്കി ചേർത്തു. പിന്നെ ഈസ്റ്റ് കണ്ടല്ലോ, ഒരു നുള്ളു ഈസ്റ്റ്, 2 സ്പൂണ് പഞ്ചസാര അത്രയും ചേർത്തു. ഈ നാളികേരം വെള്ളത്തിൽ നമ്മൾ നേരത്തെ കാലത്തൊക്കെ എടുക്കുകയാണെങ്കിൽ എടുത്തിട്ട് അത് പഞ്ചസാര ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് മോളങ്ങനെയാണ് ഉണ്ടാക്കണേ, പഞ്ചസാര ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കള്ളിൻ്റെ ഒരു ടേസ്റ്റ് വരുമെന്നാണ് പറയണവള്. ശരിയാണ്, ഞാൻ അവിടെ പോയി നിൽക്കുമ്പോൾ അവളത് ഉണ്ടാക്കി തന്ന് ഞാൻ കഴിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ പഞ്ചസാര ഇതൊക്കെ അതിൽ ചേർക്കുമ്പോൾ അപ്പോഴും മധുരമൊക്കെ വരും, കള്ളിന് ഒരു പുളിയും ഇതൊക്കെ വരുമല്ലോ. അപ്പോൾ ഇത് നമുക്കിനി മൂടി വയ്ക്കാം. നമ്മുടെ മാവ് വീറിയിരിക്കുന്നുണ്ട്. ഇത് നമുക്ക് ഉപ്പിട്ട്, മാവ് ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. അങ്ങനെ പൊങ്ങി വന്നിട്ട് നമ്മൾ അനക്കുമ്പോൾ താന്നു പോവും ഇളക്കുമ്പോൾ. അതിലേക്ക് നമുക്ക് ഉപ്പിട്ട് ഇളക്കി കൊടുക്കാം. ഉപ്പിട്ട് ഇളക്കി. കളറ് കണ്ടോ, നമ്മളെ ഉണക്കലരിയുടെ നല്ലൊരു എന്താ പറയുക, ഒരു റോസ് കളറ്. ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി ഉപ്പിട്ട് കഴിയുമ്പോൾ പിന്നെ ഒന്നുകൂടി ഇത് ഇങ്ങനെ പുളിച്ചതാണല്ലോ, അപ്പോൾ പൊന്തി വരും. നമുക്ക് അപ്പം ചൂടാട്ടാ. ഒരെണ്ണം ഞാൻ ചൂട്ടിലേക്ക് ഇത് കോരി ഒഴിച്ചു, ഒരു കയ്യിൽ മാവ് ഒഴിച്ചു. നമുക്ക് മൂടി വയ്ക്കാം. മൂടി വെച്ചു. നമ്മുടെ അപ്പം പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് ദോശക്കല്ലായ കാരണം നമുക്ക് ഇത് മറ്റേ അപ്പച്ചട്ടിയിൽ ഇതൊക്കെ ആകുമ്പോൾ അങ്ങനെ സൈഡ് കനം കുറഞ്ഞ് ഇതായിട്ട് വരും. അപ്പോൾ ഇതേപോലെ വെളിച്ചെണ്ണയിലാണ് നമുക്ക് ഇത് അപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ എടുക്കാം. ദോശക്കല്ലിൽ പറ്റാതെ ഒരെണ്ണത്തിന് ഇത് എണ്ണ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരെണ്ണത്തിന് പരട്ടില്ല. അങ്ങനെയാണ് വെച്ചാൽ അധികം എണ്ണയുടെ അത് വേണ്ടല്ലോ, അപ്പോൾ പെട്ടെന്ന് വിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് അങ്ങനെ ഓരോന്ന് ചുട്ട് എടുക്കാം. കളറും നല്ലൊരു എന്തെന്ന് പറയുക, ഒരു എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു റോസ് കളറായിട്ട് ആണ് എനിക്ക് തോന്നുക. പിന്നെ നിങ്ങളെന്ത് കളറാണെങ്കിൽ പറഞ്ഞോളെ. അപ്പോൾ അതിന് കുറുമക്കറിയും ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ അപ്പം ഉണക്കലരിയുടെ അപ്പം മുമ്പ് ഇട്ടിട്ടുണ്ട്. ഇത് ഉണക്കലരി കൊണ്ട് ഇതാക്കിയപ്പോൾ ഞാൻ ഇട്ടതാണ്. എല്ലാവരും ഇത് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടമായെങ്കിൽ അഭിപ്രായം പറയുക. പിന്നെ പറയാനൊക്കെ കുറേ ഇതുണ്ട്.
ഉണക്കല ഇത് കുറിച്ച് ഇങ്ങനെ പഴയ ഓർമ്മകൾ ഇതൊക്കെ വരുമ്പോഴാണ് ഓർക്കുക. ഇത് ഞാൻ പറഞ്ഞല്ല, ഇവിടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പച്ചരി കടയിൽ നിന്ന് പച്ചരി മേടിക്കണ പണിയില്ല. ഇത് ഇങ്ങനെ ആവശ്യത്തിന് നെല്ലുണക്കി കുത്തി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരി പുട്ടുണ്ടാക്കാനും ഇതൊക്കെ ആയിട്ട് പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പിള്ളേർ കൊച്ചങ്ങളൊക്കെ ആയിരുന്നപ്പോൾ 8 കിലോ അരിയൊക്കെ ഞാൻ ഞങ്ങൾക്ക് കുംഭഭരണി വരുമ്പോൾ വീട്ടിൽ ഉരലിലിട്ട് ഇടിച്ച് അരിച്ച് പൊടിയെടുത്ത് അവലോസ് പൊടി ഉണ്ടാക്കും. പിന്നെ പച്ചപ്പൊടി വറുത്ത് വയ്ക്കും, അവലോസ് ഉണ്ട ഉണ്ടാക്കും. അങ്ങനെ പല ഇതൊക്കെ ഈ ഉണക്കലരി കൊണ്ടാണ്, വീട്ടിലത്തെ നെല്ല് ഉണക്കി കുത്തിച്ച് ഉള്ള അരി കൊണ്ടൊക്കെയാണ് ചെയ്യാറ്. ഇപ്പോൾ അത് മേടിക്കേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ നിലം കെടുക്കുന്നുണ്ട്, പണിയാൻ ആളും ഇല്ല, നമുക്ക് കൂലി കൊടുത്തൊന്നും ചെയ്യിക്കാനൊന്നും മുതലിക്കും ഇല്ല. അപ്പോൾ ഇത് എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടമായെങ്കിൽ അഭിപ്രായം പറയുക.